CPIM പാർട്ടി നേതാക്കൾക്ക് കൊട്ടേഷൻ സംഘങ്ങളുണ്ട്. ഇത് പ്രതിപക്ഷമോ എതിരാളികളോ അല്ല പറയുന്നത്. പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. അധികാരത്തിന്റെ ബലത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇടപെടുന്നുവെന്നും റിയൽ എസ്റ്റേറ്റ് കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നുവെന്നും ആ റിപ്പോർട്ടിലുണ്ട്. തുടർച്ചയായി അധികാരം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണിത്. ആവശ്യമായ തിരുത്തലുകൾ ഉടനെ വരുത്തണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. തുടർച്ചയായി അധികാരം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെടാൻ നമുക്ക് കഴിയണം. രാഷ്ട്രീയ അധികാരത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇടപെടുന്ന പ്രവണത നേരിട്ടും അല്ലാതെയും ഉണ്ട്. കൊട്ടേഷൻ സംഘങ്ങൾ പലയിടത്തുമുണ്ട്. പാർട്ടി നേതാക്കൾ ഇത്തരം ഇടപാടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് പാലക്കാട് പ്ലീനം നേരത്തെ തന്നെ നിർദ്ദേശിച്ചതുമാണ്. ഇത്തരക്കാർ പാർട്ടിയിൽ കടന്നുവരുന്ന സ്ഥിതിയും ഇപ്പോഴുണ്ട്. ഇവരുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കുന്നവരും പാർട്ടിയിലുണ്ടെന്ന പരാതിയും വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ കഴിയണമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടിയിൽ വിഭാഗീയത നിലനിൽക്കുന്നു എന്ന കാര്യവും പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. വിഭാഗീയ പ്രവണതയുള്ള ഒരു കൂട്ടം സഖാക്കളുണ്ടെന്നും പ്രാദേശികമായ പ്രശ്നങ്ങൾക്ക് പിന്നിൽ വിഭാഗീയതയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശരിയായ പരിശോധനകൾ അനിവാര്യമാണെന്നും സംസ്ഥാന സെൻട്രലിൽ നിന്നുള്ള നേതാക്കൾ കീഴ്ഘടകങ്ങളിൽ എത്തുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. 24ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് ഈ സ്വയം വിമർശനങ്ങൾ ഉള്ളത്. ഈ സമ്മേളനത്തിലും ചില പ്രശ്നങ്ങൾ പ്രാദേശികമായി ഉയർന്നു വന്നിട്ടുണ്ട്. എല്ലാ ജില്ലകളിലെയും പരാതികൾ സംസ്ഥാന സെൻട്രലിൽ നിന്ന് ഒരു കൂട്ടം സഖാക്കൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത് പരിശോധന നടത്തും. വേണ്ടി വന്നാൽ കീഴ്ഘടകങ്ങളിലും സംസ്ഥാന സെൻട്രലിൽ നിന്നുള്ള സഖാക്കൾ പങ്കെടുത്തുകൊണ്ട് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കും. തെറ്റായി ഒഴിവാക്കപ്പെട്ടവരുടെ കാര്യത്തിലും ശരിയായ പരിശോധന നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം പ്രവർത്തന റിപ്പോർട്ടിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പേര് പറഞ്ഞും വിമർശിക്കുന്നുണ്ട്. LDF മുൻ കൺവീനർ EP ജയരാജനും മന്ത്രി സജി ചെറിയാനും ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനമുണ്ട്. പ്രസംഗത്തിലും മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിലും മന്ത്രി സജി ചെറിയാന് ശ്രദ്ധയില്ല. അത് പാർട്ടിയെ പലപ്പോഴും പ്രതിരോധത്തിലാക്കുന്നുവെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. EP ജയരാജൻ പദവിക്കനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നും വിമർശനങ്ങളുണ്ട്. ഇക്കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് കൊണ്ട് പാർട്ടിയെ പലരും പരിഹസിക്കുന്നുണ്ട്. എന്നാൽ മന്ത്രി റിയാസ് മുഹമ്മദ് കോൺഗ്രസിനോട് ഒരു ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. ഇതുപോലെ വിവിധ തലങ്ങളിലായി ഒരു പാർട്ടി സമ്മേളനം നടത്താൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അതിന് കഴിയില്ല എന്നതാണ് സത്യം. ചെറിയ മീറ്റിങ്ങുകളിൽ പോലും ആദ്യം സംസാരിക്കാനും മൈക്കിന് വേണ്ടിയും കടിപിടി കൂടുന്ന നേതാക്കൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് പരസ്യമായി ഒരു സംസ്ഥാന സമ്മേളനം നടത്തുന്നത്? ഇനി അഥവാ അങ്ങനെയൊന്നും നടത്തിയാൽ വിഭാഗീയത എന്താണെന്നും ഗ്രൂപ്പുകളി എന്താണെന്നും അതോടെ ജനങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകുകയും ചെയ്യും.